ഹലോ, ബംഗാൾ യാത്രയുടെ മറ്റൊരു മോർണിംഗ് ആണ് കേട്ടോ. ഭയങ്കര വിഷമമുണ്ട്. എനിക്ക് ഇന്നലെ മുതൽ നല്ല പനി. ഇന്നലെ മുതൽ അല്ല, ആക്ച്വലി 2 ദിവസമായിട്ട് എനിക്ക് നല്ല പനിക്കുന്നുണ്ട്. എനിക്ക് നല്ല ധാരണയുണ്ട്. പക്ഷേ നമ്മളങ്ങനെ ഒരു ഓണത്തിന് അങ്ങനെ പോവുമായിരുന്നു. ഇന്നലെ നമ്മൾ ബംഗ്ലാദേശ് ബോർഡറിലൊക്കെ പോയി വന്നല്ലോ. രാത്രി ഗുമ എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ടോട്ടോയിലാണ് വന്നത്. ടോട്ടോയിൽ മുമ്പിലായിരുന്നു. രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. ആ തണുപ്പ് കൂടി അടിച്ചപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിപ്പോയി. രാത്രി എനിക്ക് നല്ല വിറച്ചുള്ള പനിയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഷെഡ്യൂൾ പ്രകാരം സുന്ദർബൻസിലേക്കാണ് പോകണ്ടേ. 6 മണിക്ക് പോകണം. എനിക്ക് ആ സമയത്ത് എണീക്കാൻ പോലും വയ്യ. ഞാൻ എങ്ങനെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് എണീറ്റ് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി വരാൻ വേണ്ടി എണീറ്റ് പോയി അങ്ങനെ ആടുന്നുണ്ട്. അതുകൊണ്ട് പോയില്ല. എല്ലാവരും പോയി. ഇവിടെ ഈ വലിയ കൊട്ടാരത്തിൽ ഞാൻ ഒറ്റക്കായി പോയി. ഒരു ദിവസമൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ആ നഷ്ടം നമ്മൾ സഹിക്കാം. അന്നത്തെ എക്സ്പീരിയൻസ് നമുക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ ഇത് 2 ദിവസമാണ്. ഇന്ന് പോയിട്ട് നാളെ രാത്രി ഇതിന് തിരിച്ചു വരുള്ളൂ. എനിക്ക് 2 ദിവസത്തെ എക്സ്പീരിയൻസ് നഷ്ടപ്പെടും. അത് മാത്രമല്ല, 2 ദിവസം ഞാനിവിടെ ഒറ്റയ്ക്ക് പോസ്റ്റാവും. അപ്പോൾ ഇതാണ് നമുക്ക് എന്താ പറ്റുക നോക്കാം. ഞാൻ വേറൊരു കാര്യം കൂടി ആലോചിച്ചിരുന്നു. ഒരു ഉച്ചക്കൊക്കെ എണീക്കുവാണെങ്കിൽ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ അവരെവിടെ ഉള്ളതെന്ന് നോക്കിയിട്ട് ആ ലൊക്കേഷനിലേക്ക് പോയാലോ എന്നൊക്കെ ആലോചിച്ചിട്ടായിരുന്നു. ബസ്സും ടോട്ടോയും എൻജിൻ വാനും ബോട്ടും ഒക്കെ കയറിയിട്ട് വേണം പോകാൻ. 5-6 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പോയാൽ നമ്മൾ എത്തില്ല. മിനിമം ഒരു 1 മണിക്കെങ്കിലും ഇവിടുന്ന് പുറപ്പെട്ടാലേ അങ്ങോട്ട് എത്താനും പറ്റുള്ളൂ. ഞാൻ ജസ്റ്റ് അവിടുന്ന് പുറത്തിറങ്ങിട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇവിടെ മമതാ ബാനർജി വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഭയങ്കര തിരക്കൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ, ഒരുപാട് പോലീസ് വണ്ടികളും സെക്യൂരിറ്റി ഒക്കെ ഭയങ്കര ടൈറ്റാണ്. TMCൻ്റെ നിറയെ കൊടികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ദീദിയുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് വലിയ ബാനേഴ്സൊക്കെ കെട്ടിയിട്ടുണ്ട്. വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ആ 2 ദിവസം ഭയങ്കര ദൈർഘ്യമേറിയ ദിവസങ്ങളായിരുന്നു കേട്ടോ. ഒട്ടും സമയം പോകുന്നുണ്ടായിരുന്നില്ല. റൂമിൽ തന്നെ ഇരുന്നു. ഈവനിങ് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങും. എന്തെങ്കിലുമൊക്കെ കടല വറുത്തതോ അല്ലെങ്കിൽ ഒരു പുഴുങ്ങിയ കോഴിമുട്ടയൊക്കെ കഴിക്കും. പകൽ വേറെ ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല. രാത്രി പിന്നെ നമ്മുടെ പാർത്തോ ചേട്ടൻ നല്ല അടിപൊളി ഭക്ഷണം, ചപ്പാത്തിയും അതുപോലെ തന്നെ ഈ വഴുതനങ്ങ പൊരിച്ചതും കറിയൊക്കെ ആയിട്ട് കൊണ്ടുതരും. അത് കഴിക്കും. അങ്ങനെ 2 ദിവസം ഒറ്റയ്ക്ക് അങ്ങോട്ട് തള്ളി നീക്കി. നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ എന്തെങ്കിലും വായിക്കാനോ ഒന്നും കാര്യമായിട്ട് പറ്റിയിരുന്നില്ല. എന്തായാലും 2-ാം ദിവസം രാത്രി അവരൊക്കെ വന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ താമസിച്ച സ്ഥലത്ത് പോയി അവിടെ ഒരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൽ ചുറ്റും ഇരുന്നിട്ട് കുറേ കഥകളൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി കുറേ നല്ല രസമുള്ള കുറേ സമയം ചിലവഴിച്ചു. ഈ പ്രാവശ്യത്തെ ബംഗാൾ യാത്രയുടെ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് എല്ലാവരും പിരിഞ്ഞ് അവരവരുടെ വഴികളിലൂടെ പോകും. അപ്പോൾ ഉച്ച വരെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ യാത്രയുടെ ഒരു അനുഭവങ്ങൾ പങ്കുവെക്കലും ഇവാലുവേഷനൊക്കെ ആയിട്ട് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും. രാവിലെ എണീറ്റിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. എല്ലാവരും സെറ്റായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ അന്തി ഉറങ്ങിയിരുന്ന ആ ഒരു ഷെഡിൻ്റെ അപ്പുറത്ത് കുറച്ച് ബെഞ്ചുകളൊക്കെ ഇങ്ങനെ വട്ടത്തിലിട്ടിട്ട് അവിടെയാണ് നമ്മൾ ഇരിക്കാൻ പോകുന്നത്. ഈ ബംഗാൾ യാത്രയുടെ തുടക്കത്തിൽ നമ്മളെല്ലാവരും കൂടി ലോട്ട് ഇട്ടിട്ട് ഓരോ ഫ്രണ്ടിനെ സെലക്ട് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ട് ആരാണെന്നൊക്കെ സർപ്രൈസാണ്. അതാരും പരസ്പരം ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ ഫ്രണ്ട്സിന് വേണ്ടി ഓരോരുത്തരും വാങ്ങിയ ഗിഫ്റ്റ് കൊടുക്കലായിരുന്നു ആദ്യത്തെ പരിപാടി. Abbas. നമ്മുടെ മൊത്തം യാത്രക്കിടെ നമ്മുടെ എല്ലാവരും ചിത്രമെടുത്ത് പക്ഷെ സ്വയം ചിത്രത്തിൽ വരാത്ത ഒരാളാണ് എൻ്റെ സുബിൻ ചേട്ടൻ. Come on, Jitu. അടുത്തായി ജിൻഡിൽ.
ഒന്നും മിണ്ടാതെ പോയി കൊടുക്കണം. ഇതിലെ തമാശ എന്താ അറിയോ, ഇവര് ഞാനും കൂടി ഒരുമിച്ച് ഞാനത് ഇത് വാങ്ങാൻ ഞാനാ പറഞ്ഞത്. ഞാൻ വായിക്കാൻ കൊണ്ടുവന്നതും ഞാനൊരു 10 വട്ടെങ്കിലും വായിച്ചിട്ടുള്ളതുമായിട്ടുള്ളൊരു പുസ്തകമാണ് റോബിൻ ശർമ്മയുടെ ഹു വിൽ ക്രൈ വെൻ യു ഡൈ. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും വായിക്കണം എന്ന് ഞാൻ 10 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ട്. എഗെയിൻ വീണ്ടും വീണ്ടും നമുക്ക് നമ്മളോടുള്ള റിമൈൻഡർ ആയിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകം ഞാൻ വായിക്കുന്ന പുസ്തകമാണ്, പുതിയതായിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വേറെ ആൾക്ക് കൊടുക്കുമ്പോഴാണല്ലോ നമ്മൾ, അങ്ങനെയാണ് ഹദീസിലൊക്കെ ഉള്ളത്. അപ്പം ഇതുകൂടി ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. എന്നാലും അത് മതിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മൈ ഫെറൻഡീസ് ബന്ധു. നമ്മൾ ബംഗാളിലായതുകൊണ്ട് ഇതിനപ്പുറം കൊടുക്കാൻ പറ്റിയ സമ്മാനം എൻ്റെ കയ്യിലില്ല. ലത്തീഫ് ഖാൻ. ഏറ്റവും നല്ല പ്രണയിനിയും ഏറ്റവും നല്ല കഠിനാധ്വാനിയുമായ അശ്വിനി. നിങ്ങൾക്ക് തോന്നുന്നു ഇതിന്റെ പിന്നിലൊരു ഹിഡൻ അജണ്ട ഉണ്ടെന്ന്, പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ JK ഉണ്ടല്ലോ, JK വായിക്കുന്ന ബുക്സ് ഒക്കെ ഉണ്ടല്ലോ, കയോസ് ഒക്കെ, അതുപോലെ സിമിലർ ആയിട്ടുള്ള കുറെ ബുക്സ് ഒക്കെ വായിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ഞാൻ എന്താ പറയുക, എനിക്ക് അങ്ങനെ വായിക്കുന്ന സാധനങ്ങളൊന്നും എൻ്റെ ലെവലിലല്ല, അതിൽ മേലെ. അപ്പം എനിക്ക് വാങ്ങിക്കേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പം അങ്ങേരെയും കൂട്ടിക്കൊണ്ട് ഞാൻ പോയി മേടിച്ച ബുക്കാണ്, മഹാഭാരതമാണ്, വായിക്കണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. ആൾക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരെ അന്വേഷിച്ചപ്പോൾ ഇങ്ങർക്ക് ഇനി ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒന്നുമില്ല, അങ്ങനത്തെ ആവശ്യമുള്ള എല്ലാം അങ്ങരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ അനിസ്കാരിക്ക് वो हमारा सबको आसमान है दा पिया जी, आप हमारा सबको आसमान है दे. അപ്പോൾ എൻ്റെ ഫ്രണ്ട് നമ്മുടെ നിജി ചേട്ടനാണ് യാത്രയുടെ കോർഡിനേറ്റർ. എൻ്റെ ഫ്രണ്ട് സുഹൈർക്ക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടത് കൊടുക്കണമെന്നാണല്ലോ, അപ്പം അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് അംബേദ്കറിനെ കുറിച്ചുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ ഇത് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ യാത്രകളെ സംഗീത സാന്ദ്രമാക്കിയിട്ടുള്ള ശ്രീമതി ഭദ്ര കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെടുകയും പിന്നെ അത് ഉപയോഗിക്കാനും പറ്റും എന്നുള്ളൊരു ഇതോടുകൂടി മേടിച്ചതാണ് എൻ്റെ ഫ്രണ്ട് നസീബായിരുന്നു. അപ്പൊ നമ്മളിപ്പോ യാത്രയിൽ ഒരുപാട് ചിരിച്ചു, ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടായി. പക്ഷെ നമ്മൾ ഉള്ളു തുറന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാര് ഇതിലിരിക്കുന്ന പലരുമാണ്. അപ്പം അങ്ങനെ നമ്മൾ ചിരിപ്പിച്ച നമ്മൾ ഒരു വ്യക്തിയായിട്ടുള്ള നമ്മുടെ പോളച്ചനാണ് എൻ്റെ ഫ്രണ്ട്. നമ്മൾ സുന്ദർബന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് പോളച്ചൻ പറഞ്ഞു ഒരു ബീർ ബോട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ ചപ്പാത്തി പരത്തി ചുട്ടി കഴിക്കാമായിരുന്നു എന്ന്. അപ്പൊ ഇനി പോളച്ചനക്ക് ചപ്പാത്തി കഴിക്കാൻ തോന്നുമ്പോ ബീർ ബോട്ടിൽ അന്വേഷിച്ച് പോകണ്ട, ഇതൊരു വുഡൻ ബോട്ടിലാണ്.
എന്നാലും ഞാൻ ട്രെയിൻ ഇറങ്ങിയപ്പോൾ എന്നെ ആദ്യം എന്ന് പറഞ്ഞൊരാൾ ആളെ തന്നെ എനിക്ക് ഫ്രണ്ടായി കിട്ടി, നമ്മുടെ ജയിക്കാണ്. ഇത് വാങ്ങാൻ പോയപ്പോൾ എനിക്ക് ഉണ്ടായൊരു വിഷമം എന്ന് വെച്ചാൽ എന്നെ ആ വലിയൊരു മേളയിലേക്ക് കൊണ്ടുവന്ന് വിട്ടിട്ട് എൻ്റെ കൂടെ വന്നവരെല്ലാം ഇട്ടിട്ട് പോയി. എനിക്ക് ഹിന്ദിയിൽ ഈ സാധനം ഒന്ന് വേണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ വില എത്രയാണെന്ന് അവർ പറഞ്ഞു. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് അതിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചിട്ട് തിരിച്ച് അവരത് പറയുന്നില്ല, വീണ്ടും അവർ ഹിന്ദിയിൽ തന്നെ പറയാം. ആകെ ഇടങ്ങേറായി. അവസാനം ഞാൻ അവര് പറയുന്ന വിലക്ക്, വേറെ എനിക്കൊന്നും പറയാനേ അറിയില്ല, എനിക്ക് പറയുന്ന വിലക്ക് ഇല്ല, ഞാനത് എടുത്ത് കൊടുത്തപ്പോ അതിനകത്ത് എന്താ അവർ തുക ബാക്കിയത്. സത്യമാണത്. കേരളത്തിലൊരു പോസ്റ്റ്മാൻ നടത്താനുള്ള സാധനം വാങ്ങിച്ചുകൊണ്ട് ഒരാളാണ്. അപ്പം ഞാൻ എന്ത് വാങ്ങിച്ചാലും തികയില്ല. അപ്പോൾ പിന്നെ എനിക്ക് ആകെ ചെയ്യാനുള്ളത് ഒരു ഓർമ്മയുടെ ഒരു ഭാഗമാകാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ആൾക്ക് ശാന്തിനികേതൻ ടാഗോർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ആ ഓർമ്മേനെ നിലനിർത്താനും അതിൻ്റെ ഒരു അടയാളമായിട്ട് 2 സമ്മാനങ്ങളാണ് ഞാനിതിൽ കൊടുക്കുന്നത്. ഒന്ന് ആ പോസ്റ്റ്മാനുടെ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ ഇനിയും വാങ്ങിക്കാൻ വേണ്ടി ഇടാൻ വേണ്ടി ഒരു സഞ്ചിയും, അതേപോലെ അവിടുത്തെ ശാന്തിനികേതനിലെ പിള്ളേർ ചെയ്ത ഒരു ചെറിയ കാർഡും. ഇത് നമ്മുടെ ടീച്ചർക്കാണ്. ആദ്യമായിട്ട് എല്ലാവർക്കും നന്ദി പറയാണ്. കഴിഞ്ഞ 10 ദിവസങ്ങൾ വളരെ അവിസ്മരണീയമാക്കിയതിൽ ഞാൻ കുറച്ച് പ്രായമുള്ള ആളെന്നുള്ള നിലയ്ക്ക് ഇത്രയും ചെറുപ്പക്കാരുടെ കൂടെ ജെല്ലാവോ എന്നൊക്കെയുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, ഞാൻ ഭയങ്കര വെറുപ്പിക്കലാണോ എന്നൊക്കെ അജിതിനോടൊക്കെ ഞാൻ ചോദിക്കലുണ്ടായിരുന്നു. ഇനി ഗിഫ്റ്റ് കൊടുക്കേണ്ടത് ഈ ഗ്രൂപ്പിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളാണ്. എൻ്റെ മോനെയാണ് എപ്പോഴും എനിക്ക് ഓർമ്മ വരിക. കുറെ വർണ്ണിച്ച് പറയാനോ ഇതാക്കാനോ എനിക്കറിയില്ല. പിന്നെ നമ്മളെ ഈ ഒരു ട്രിപ്പ് മൊത്തം കവർ ചെയ്ത് കാര്യങ്ങളൊക്കെ പിന്നെ ഒരു എത്ര വർഷം കഴിഞ്ഞാലും അത് അവിടെ തന്നെ ഉണ്ടാവണ കാണാൻ വലിയ വാല്യൂ ഉള്ള സാധനം ഒന്നല്ലെങ്കിലും എനിക്ക് വാല്യൂ ഉള്ളതെന്ന് തോന്നിയ സാധനം വാങ്ങിയതാണ്. കുറെ കഷ്ടപ്പെട്ട സാധനം സെലക്ട് ചെയ്യാൻ. നിങ്ങൾ എന്നൊരു വ്യക്തി ഒരുപാട് സ്ഥലത്ത് പോകുന്ന ഒരാളാണ്. അപ്പൊ എല്ലാ സാധനം കണ്ട് എല്ലാ സാധനം നല്ല പറഞ്ഞാ iPhone 16 mini. സമയം പോവും. ആദ്യമൊക്കെ നമ്മൾ കാണുമ്പോൾ ഇത് പോരാൻ തോന്നിയിട്ട് അവിടെയൊക്കെ വിട്ട് നമ്മൾ പോയി. ലാസ്റ്റ് മൊമെന്റിൽ വാങ്ങാനുള്ള പ്ലാനായിരുന്നു. അവസാനത്തെ 2 ദിവസം ഞാൻ പനിച്ച് കിടക്കുകയായിരുന്നു. പക്ഷേ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും ഈ വ്യക്തി ഭക്ഷണം കഴിക്കുമ്പോൾ എന്നെ ഓർക്കും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നമ്മളെ ചക്ല അമ്പലത്തിന്റെ മുമ്പിലുള്ള ഷോപ്പിൽ നിന്ന് ഉപ്പ് ഇട്ട് വെക്കാൻ പറ്റിയ ഒരു പാത്രമാണ്. അരീഷേട്ടാ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ്. കിളിക്കല്ലേ. ഷെഡ്യൂൾ ചെയ്ത പോലെ തന്നെ കൃത്യമായിട്ട് നടന്നു. ചെറിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ട്രെയിൻ പോകാൻ കരുതിയത് ബസ്സിന് പോകേണ്ടി വന്നു. പിന്നെ ചെറിയ വ്യത്യാസം, ഒരു 15 മിനിറ്റ് അരമണിക്കൂറുകളിൽ നമ്മൾ എവിടെയും ലാക്ക് ചെയ്തിട്ടില്ല. ആ രീതിയിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഷെഡ്യൂളിൽ ചെയ്ത് ചെറിയ വ്യത്യാസം. നമ്മൾ ഡെയിലി 5 മുതൽ 10 കിലോമീറ്റർ വരെ നടക്കുന്നതായിരുന്നു ഇതിനകത്ത് എഴുതിണ്ടാവുക. വായിച്ചവർക്ക് ഓർമ്മ ഉണ്ടാവും. പക്ഷെ 10-ൽ കൂടുതൽ കിലോമീറ്റർ നടന്ന ദിവസങ്ങളുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഷെഡ്യൂളിൽ ഇത്തിരി എക്സ്ട്രാ വന്ന കാര്യങ്ങൾ. വേറെ ഏകദേശം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് നടന്നത്. പിന്നെ നിങ്ങളിപ്പോ ഇവിടെ ഇപ്പൊ 23 പേരുണ്ടെങ്കിൽ 23 ബംഗാൾ യാത്ര സംഭവിച്ചു. ഒരു ബംഗാൾ യാത്ര അല്ല. എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ 7ാമത്തെ യാത്ര എന്ന് പറയുമെങ്കിലും ഇതും എന്നെ സംബന്ധിച്ച് പുതിയ യാത്ര.
പുതിയ ആൾക്കാർ, ഓരോ നിമിഷം പുതിയ അനുഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും എനിക്കും ഒരു പുതിയ യാത്രയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസൈൻ ചെയ്തൊരു ശൈലിയുണ്ട്. നമ്മുടെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തുടക്കത്തിൽ ഇതിനകത്ത് വലിയ ബോൾഡൊക്കെ സാധനം ടൂർ പ്രോഗ്രാം അല്ല, ടൂറല്ല, ആ രീതിയിൽ കാണരുതെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എയിം ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് നേടുന്നൊന്നല്ല. അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് മൂവ് ചെയ്യുമ്പോൾ പലതരത്തിലുണ്ട്. നിങ്ങളുടെ ഉള്ളിലോട്ട് നോക്കുന്നിടത്തുണ്ട്, നിങ്ങൾ പുറത്തോട്ട് നോക്കുന്നുണ്ട്, ഈ ഗ്രൂപ്പിൻ്റെ അകത്തുണ്ടാവുന്ന ഇൻട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പുറമേ കാണുന്ന കാഴ്ചകൾ അനുഭവിക്കുന്നത്, ആൾക്കാരോട് സംസാരിക്കുന്നത്, അത് കിട്ടാൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഗ്രൂപ്പിലാവുമ്പോൾ നിങ്ങളുടെ ഉള്ളിലോട്ടുള്ള ഓർമ്മകൾ, ചിന്തകൾ, അത് അനുഭവങ്ങൾ, അത് ഫീൽ ചെയ്യും. പിന്നെ ഗ്രൂപ്പിൻ്റെ ഡൈനാമിക്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഗ്രൂപ്പ് ഇങ്ങനെ കുറച്ച് തുടക്കത്തിൽ എല്ലാവരും അപരിചിതരായിട്ട് വരുന്നു, ചെറിയ ഗ്രൂപ്പ് ഒരു സെറ്റ് ആവുന്നു. ആ ഗ്രൂപ്പിൻ്റെ ഡൈനാമിക്സ് ഉണ്ട്. അത് ഏകദേശം കുഴപ്പമില്ലാതെ പോയി. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനകത്ത് കോൺഫ്ലിക്റ്റുകളൊക്കെ വരുന്നേക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ 10 ദിവസം നല്ല ഇത് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ സബ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ പെയർ ഗ്രൂപ്പുകൾ, ചിലർ സിംഗിളായി പോകും, ഒറ്റയ്ക്കായി പോകും, അങ്ങനെ മെച്ചപ്പെടും. അങ്ങനെയൊന്നും ഗ്രൂപ്പിൽ സംഭവിച്ചിട്ടില്ല പോലും. ഏതായാലും ഈ ഗ്രൂപ്പിൻ്റെ ഡൈനാമിക്സ് പൊതുവെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച് നിങ്ങൾ എന്ത് പഠിക്കുന്നു, എത്ര കാണുന്നു, എന്ത് ലേൺ ചെയ്യുന്നു, അതൊന്നും നമ്മുടെ ഉത്തരവാദിത്തമല്ല, അത് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തമാണ്. നമുക്കിതൊക്കെ ഇട്ട് തരാനേ പറ്റുള്ളൂ. ഇതൊക്കെയാണ് സംഭവം. അത് നിങ്ങൾ ലേൺ ചെയ്യണത് നിങ്ങളുടെയാണ്, നമ്മുടെ അല്ല. അത് ഏത് തരത്തിലും നിങ്ങൾ ഡോക്യുമെന്റ്, നിങ്ങൾ അനുഭവങ്ങളായിട്ടോ ഓർമ്മകളായിട്ടോ അല്ലെങ്കിൽ ലൈഫിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റൊക്കെ ആയിട്ടോ ചിലപ്പോൾ ഒന്നൊക്കെ വരാതിരിക്കാം. അതൊന്നും നമുക്കറിയില്ല. അത് അതല്ല പ്രശ്നം. നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്തു. ഈ യാത്ര ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ഇതാണ് ലൈഫ്. നമ്മളിപ്പോൾ ഞാൻ തുടക്കത്തിൽ സംസാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ എഴുത്തും വായന അറിയില്ലാത്തതിന്റെ വിഷമം നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. കാരണം നമുക്ക് ഏതെങ്കിലും എഴുത്തും വായന അറിയാം. കണക്കൂട്ടാൻ അറിയാത്ത ഒരാളുടെ വിഷമം നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അതുപോലെ പട്ടിണി കിടക്കുക, ഇപ്പൊ ഒരുപാട് പേര് നോമ്പൊക്കെ എടുക്കുമ്പോൾ പട്ടിണി എടുക്കും. പക്ഷെ നമുക്ക് ഫുഡ് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അപ്പൊ ആ പട്ടിണിക്ക് അത് ശരിക്കും പട്ടിണിയല്ല. ശരിക്കും പട്ടിണി എന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോ ഫുഡ് കിട്ടുമെന്നോ അല്ലെങ്കിൽ എന്ത് തരം ഫുഡാണ് കിട്ടുമെന്നോ ഉറപ്പില്ലാത്ത പട്ടിണി ഒരു വിശപ്പുണ്ട്. അത് നമുക്ക് അങ്ങനെ കിട്ടില്ല. അപ്പൊ ചില അനുഭവങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് യാത്ര വെച്ചാൽ നിങ്ങൾ കുറച്ചിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം. എനിക്ക് തോന്നില്ല നിങ്ങൾ ഒരിക്കലും തന്നെ വരുമ്പോൾ നല്ല തിരക്കുള്ള ട്രെയിനിൽ കയറുന്നു, അല്ലെങ്കിൽ ലോക്കൽ വണ്ടികളിൽ നിങ്ങൾ കയറുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ആ ഒരു പ്രോസസ്സിൽ കൂടെ ഇങ്ങനെ കടത്തിയിട്ടാണ്. അതിന്റെ ഔട്ട്പുട്ട് 23 പേർക്ക് 23 തരത്തിലായിരുന്നു. പ്രത്യേകിച്ച് പരിചയമില്ലാത്തൊരു ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ശൈലിയിലോട്ട് വരുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടാകും. വെതറിൻ്റെ, പിന്നെ കൾച്ചറിൻ്റെ, വൃത്തിയുടെ, ഭക്ഷണത്തിൻ്റെ കുറേ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ നമുക്കിതല്ലാതെ മാറ്റിയിട്ട് നമ്മുടേതായ ശൈലി സെറ്റ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം അതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്. ഇവിടെ എന്താണോ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യിക്കുന്നത്. പിന്നെ ബംഗാളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ സുന്ദർബൻ തന്നെ മിനിമം ഒരു 3 ദിവസം എടുത്ത് കണ്ടതാണ്. മുർഷിദാബാദൊക്കെ കൂടുതൽ സമയം എടുത്ത് കണ്ടത്. അങ്ങനെ ഓരോ നമ്മൾ പോയ ഒരു സ്ഥലം കൂടുതൽ സമയം എടുക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മളെല്ലാവരും ടച്ച് ചെയ്തിട്ട് ഇതൊക്കെയാണെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഇതിൻ്റെ കൂടുതൽ കാഴ്ച കാണാനൊക്കെ വരണം. അതിനൊക്കെ നമ്മളെപ്പോഴും വെൽക്കം ചെയ്യും. പിന്നെ ഈ ഇവാലുവേഷൻ ഇരിക്കാൻ പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം, നമ്മുടെ മെയിൻ ഉദ്ദേശം വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഓർഗനൈസ് ചെയ്യുന്ന യാത്രയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് എന്ത് എക്സ്പീരിയൻസ് ചെയ്തു, ഈ യാത്രയാണെങ്കിൽ എല്ലാ വർഷങ്ങളും നടത്താൻ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, കൂടുതൽ സജഷൻസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, നിങ്ങളുടെ ലൈഫിന് എവിടെയെങ്കിലും ഇതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടോ, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഏതെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് തുടങ്ങും. ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ എനിക്ക് ഡിഗ്രിയാണ് ഉള്ളത്. പിന്നെ എനിക്ക് കമ്മ്യൂണിക്കേഷൻ നല്ല കുറവുണ്ട്. ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, എല്ലാ ലാംഗ്വേജും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെതായ ഒരു കോൺഫിഡൻസ് കുറവ് എനിക്കുണ്ട് എല്ലാവരും സംസാരിക്കുമ്പോൾ. അത് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് ഇവിടെ വന്നതിന് ശേഷം കിട്ടിയൊരു സംഭവമാണ്. അതുവരെ വിചാരിച്ചിന് ഇങ്ങനെയൊക്കെ പോയാൽ മതി, ഇതാക്കിയാൽ മതി എന്നുള്ളത്. പല ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ, അവരെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നതും അതൊരു വലിയൊരു കാര്യമാണ്. അത് മാത്രമല്ല പുള്ളി വളരെ ശാന്തനായിട്ടാണ് നമ്മളോട് ഇടപെട്ടിട്ടുള്ളത്. എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് വന്നിട്ടും അതെല്ലാം വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടാണ് പുള്ളി മാനേജ് ചെയ്തത്. അത് നമ്മളെല്ലാവരും ജീവിതത്തിൽ പകർത്തേണ്ടുന്ന ഒരു സ്വഭാവം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒരു 3 വർഷം മുമ്പ് മനസ്സിൽ പോകണമെന്ന് തോന്നിയൊരു യാത്രയായിരുന്നു ബംഗാൾ യാത്ര. വേറൊന്നും കൊണ്ടല്ല, നാസറിക്ക ഞങ്ങളുടെ കോളേജിൽ വന്ന് സംസാരിച്ചതിനെ തുടർന്ന് അന്നേ സ്ട്രൈക്ക് ചെയ്ത് വെച്ചിരുന്നു. അന്നേ ഞാൻ എന്നോട് തന്നെ ഒരു ചലഞ്ച് ചെയ്തിരുന്നു, എനിക്കിതിൽ പോകാൻ പറ്റുമോ എന്ന്.
ഞാൻ വളരെയധികം ഹാപ്പിയാണെന്നുള്ള രീതിയിൽ. കാരണം ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, ഈ ലാസ്റ്റ് വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത്. സ്റ്റാർട്ടിങ് എന്ന നിലയിൽ നല്ലൊരു ലേണിംഗാണ്. ലേണിംഗ് എന്ന് വെച്ചാൽ കുറേ അധികം പഠിച്ചു എന്നല്ല, കുറേ എക്സ്പീരിയൻസ് ചെയ്തു, കുറേ ആളുകളെ കണ്ടു, കുറേ വായിക്കണമെന്ന് തോന്നി, കുറേ അറിയാനുണ്ട്, നമുക്ക് കുറേ പഠിക്കാനുണ്ട്, ഇനിയും സ്ഥലങ്ങളെക്കുറിച്ച്, ആളുകളെക്കുറിച്ച്. ആ ഒരു എന്താ, അങ്ങനെ ചെയ്യണമെന്ന് ആരും പറഞ്ഞു തന്നാൽ ശരിക്കും എനിക്ക് ചെയ്യാൻ തോന്നില്ല. ഇങ്ങനെ വായിക്ക് എന്നൊന്നും പറഞ്ഞു. പക്ഷെ ആളുകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ ഞാനും വായിക്കണം, വായിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ട് ആ ഒരു സ്റ്റാർട്ടിങ്. ഞാൻ എഴുതണ ആളെ അല്ല, പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഒരു ഡയറി മേടിച്ചു. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് എഴുതുന്നത്. ഇങ്ങോട്ട് വരാൻ ട്രെയിനിൽ കയറിയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നവരായിരുന്നില്ല കൂടെ, കാരണം അവർക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല. അവർക്ക് എനിക്ക് ഹിന്ദി അറിയില്ല, അവർക്ക് ഇംഗ്ലീഷിൽ ഒരു വാക്ക് പോലും മനസ്സിലാവില്ല. അവരെല്ലാവരും കൊൽക്കത്തയിൽ ഇറങ്ങാനുള്ളവരായിരുന്നു. ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു ജേർണലിങ്, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ആയിട്ട് ഒരു പാരഗ്രാഫ് ഞാൻ എഴുതണത്. പക്ഷെ എനിക്ക് അവിടെ നിന്ന് ഞാനിങ്ങനെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്യണത്. അവിടെ നിന്ന് സ്റ്റാർട്ടിങ് തൊട്ട് ഈ ഒരു നിമിഷം വരെ കുറേ അധികം ഉണ്ട്. ഞാൻ ചിലപ്പോൾ അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല ആരോടും, പക്ഷെ പേഴ്സണലി ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഈ യാത്രയെക്കുറിച്ച് വളരെ അവിചാരിതമായിട്ടാണ് അറിയുന്നത്. മലയാളത്തിൽ സഫാരി ചാനലിൽ മലയാളത്തിലെ ഒരു പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ, അദ്ദേഹം ആ യാത്രയിൽ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ ഞാൻ ജസ്റ്റ് കാണാനിടയായി. അപ്പോൾ ഇത് 7ാമത്തെ യാത്രയെന്ന് പറഞ്ഞു. 6ാമത്തെ യാത്ര കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ യാത്രയെക്കുറിച്ച് തന്നെ അറിയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കമൻറ്റ് പോയി നോക്കി. അപ്പോൾ കമൻറ്റിൽ അതിൽ 1-2 ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട്, റൂട്ട്സ് റെക്കോർഡ്സ് ബൈ അഷ്റഫ് എക്സൽ എന്ന് പറയുന്ന ചാനലിൽ പോയി കണ്ടവർ ഇവിടെ കമോൺ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ ചാനൽ പോയി നോക്കി. അപ്പോൾ അതിൽ അദ്ദേഹം കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ആ മനുഷ്യൻ, ആ ചാനലിൻ്റെ ഉടമയായിട്ടുള്ള അതേ ആള് ഇന്ന് എന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ അത് കാണുന്നു. ഓക്കെ, ഞാൻ പിന്നെ ആ ഫേസ്ബുക്ക് പ്രൊഫൈൽ പോയിട്ട് അങ്ങനെ നാസർക്കയെ കുറിച്ച് ഒരുപാട് കമൻറ്റുകൾ കേൾക്കുന്നു. ഹിസ്റ്ററി പഠിക്കുന്നവർ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം പഠിക്കുന്നവർ ആദ്യം ബംഗാളിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് പഠിക്കുക. ആ ബംഗാളിൻ്റെ ഹൃദയഭൂമിയിലൂടെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. ഓക്കെ, അതിന് വഴിയൊരുക്കിയിട്ടുള്ള നാസർക്കാക്ക് ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. യാത്രയുടെ പരിഭാഷ തന്നെ എനിക്ക് പുതിയ അർത്ഥങ്ങൾ പഠിപ്പിച്ചെന്ന പല ആൾക്കാരാണ്. യാത്ര എന്ന് പറഞ്ഞാൽ വെറും ഫാൻസി സ്ഥലങ്ങൾ മാത്രമല്ല, അതൊരു പാഷനാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഉള്ളിൽ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാവുന്ന ഒരു അതാണ്. പിന്നെ പലപ്പോഴും ഞാൻ കൂട്ടുകാരുടെ പോകാത്ത വേറെ കാരണം ഇതാണ്, എന്നെ പോലെ അങ്ങനെ കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്ന പലർക്കും പറ്റത്തില്ലായിരുന്നു. കാരണം അവർക്കൊക്കെ പൊതുവെ എൻ്റെ അർബൻ സ്പേസിൽ വളർന്ന കുട്ടികളായതുകൊണ്ട് കാർ യാത്ര, വലിയ ഹോട്ടൽ സ്റ്റേ. പക്ഷെ ഇവിടെ വന്ന് പ്രിയ ടീച്ചറിനെ അല്ലെങ്കിൽ ഹരീഷ് ചേട്ടനെ ഒക്കെ പോലത്തെ ആൾക്കാർ ഈ പ്രായത്തിൽ പോലും നടക്കാം, നമുക്ക് രാവിലെ 6 മണിക്ക് പോവാം, അവിടെ പോയിട്ടില്ല, അവിടെ എന്നാൽ ചെറുപ്പക്കാർ പോലും ചെയ്യാത്ത പല ആക്ടിവിറ്റീസ് ഇപ്പോഴും ഒരു പാഷനോട്ട് ഇവരെയൊക്കെ കണ്ട്, പിന്നെ സാലി മോസിനെ പോലത്തെ ആൾക്കാരെയൊക്കെ കണ്ട് എന്ന് പറഞ്ഞാൽ 10 വർഷമായിട്ട് പോലും ഞാൻ ആദ്യം ഓർത്ത് അവർ ഹണിമൂന്ന് വന്നായിരിക്കും. പക്ഷേ അങ്ങനെ പല പല ബന്ധങ്ങളും പുതിയ പുതിയ അർത്ഥങ്ങൾ എന്നെ മനസ്സിലാക്കി തന്ന അവരാണെങ്കിലും ശരി, ഓരോ വ്യക്തികളായാലും ശരി, അന്ന് ഓരോരുത്തരെയും ഞാൻ എടുത്തു പറയാൻ പറ്റില്ല. കാരണം അത്തരം കഥകൾ ഞാൻ മനസ്സിലാക്കിയത് ഒബ്സർവേഷനിലൂടെയും പിന്നെ എൻ്റെ നേരെ ഇൻട്രാക്ഷനിലൂടെയും. അങ്ങനെ മനസ്സിലാക്കി തന്ന യാത്രയ്ക്ക് എന്നെ പുതിയ അർത്ഥങ്ങൾ പഠിപ്പിച്ചെന്ന കുറേ സഹയാത്രികളെ പരിചയപ്പെട്ട്, അതാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്ന ഏറ്റവും വലിയ നിധി. ഇത് ചിലപ്പം എനിക്കൊരു പ്രൈസ്ലെസ് യാത്രയാണ്. അതിന് എത്ര ഞാൻ വില കൊടുത്താൽ ഈ അനുഭവം എനിക്ക് വേറെ എങ്ങും കിട്ടത്തില്ല. അപ്പോൾ ആ അനുഭവം ഇത്രയും എൻറിച്ച് ആക്കിയ ഓരോ വ്യക്തികൾക്കും നന്ദി. ഈ യാത്ര ഇങ്ങനെ ഇത്രയും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇത്രയും ആൾക്കാരെ, ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ പിന്നെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ശരിക്കും നാസർ ബന്ധുവിനോട് ശരിക്കൊരു ആദരവ് തോന്നിയ ഒരു നിമിഷം കൂടിയാണ്. യാത്രയെ പറ്റി കൂടുതൽ പറയാനൊന്നുമില്ല. ഞാൻ ജീവിതം തന്നെ ഒരു യാത്രയായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അതായത് നമ്മൾ ജനിക്കുന്ന വരെ മരിക്കുന്ന വരെ ഒരു യാത്രയാണ് ഓരോ നിമിഷവും. ഒരു കാലത്ത് ഞാൻ ഭയങ്കരമായിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്, എല്ലാവരോടും കാണുമ്പോൾ അവരുടെ കഥ ചോദിക്കും, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. പക്ഷെ പിന്നീട് മുന്നോട്ട് പോകുന്തോറും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര കുറച്ച് ചോദിക്കുന്നു അത്രയും കൂടുതൽ നിങ്ങൾ അറിയുമെന്നാണ്. പക്ഷേ ചില സമയത്ത് എനിക്ക് എന്നെ തന്നെ അങ്ങനെ അത്രയും നിയന്ത്രിക്കാനാവില്ല. അപ്പോൾ ചില സമയത്ത് അറിയാണ്ട് കുറച്ച് ചോദ്യങ്ങൾ വന്നു. ചോദിച്ച് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ചോദിക്കേണ്ടായിരുന്നു. ഏറ്റവും വലിയ ഉദാഹരണമാണ് നാസർ ബന്ധു. നാസർ ബന്ധുവിൻ്റെ അടുത്ത് നമ്മൾ 2 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു ചിരിയിരിക്കും, എന്നിട്ട് പിന്നെ പുള്ളി പിന്നെ അങ്ങ് നടന്നു പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഒരു സാധനത്തിനെ നമ്മൾ പുള്ളി പറയുന്നതിനേക്കാളും നമുക്ക് അറിയാൻ സാധിക്കും. അല്ലാണ്ട് എന്നുള്ളൊരു ആ ഒരു തോട്ടിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുവന്നത്, മറന്നുപോയ ആ തോട്ടിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുവന്നതിന് നാസർ ബന്ധുവിൻ്റെ ആ ചെറിയൊരു ആക്ഷൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ കുറ്റം പറയാനൊന്നുമില്ല, ലക്ഷറി കൂടി പോയി.
പിന്നെ ഭക്ഷണം എല്ലാം എനിക്ക് എല്ലാ ഭക്ഷണവും ഇഷ്ടപ്പെട്ടു. ബംഗാൾ യാത്ര അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ കഴിഞ്ഞു. ആക്സിഡൻ്റ് ആയി ഞാൻ കുറേ ദിവസം ഹോസ്പിറ്റലൈസ് ചെയ്തു, ഹോസ്പിറ്റലിൽ കിടന്നു. 10-60 ദിവസം ഞാൻ ഓഫീസിൽ പോവാതെ വീട്ടിൽ ഇരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ ഓഫീസിൽ ഞാനൊരു ആവശ്യമുള്ള വസ്തുവല്ല. ഞാനൊന്ന് ചെന്ന് വല്ലപ്പോഴൊക്കെ പോയി കണക്കൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ മതി. അവിടെ ഞാൻ ദിവസം അവിടെ പോയില്ലെങ്കിലും അതൊക്കെ നടക്കും. അപ്പം ഞാൻ ചിന്തിച്ചു, എന്നാൽ പിന്നെ നമ്മൾ വല്ലപ്പോഴൊക്കെ നമുക്ക് ചെറിയ ചെറിയ യാത്രകളൊക്കെ പോയാലോ. അപ്പം പണ്ട് പോലെ കോളേജ് പഠിക്കുന്ന കാലം മുതലേ എനിക്ക് ഈ യാത്രകൾ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഈ കേബിൾ ടി വി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കേബിൾ ടി വി ഇൻ്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു നിമിഷം കണ്ടില്ലേ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പരിപാടിയത്. കാരണം എന്താടാ പൈസ ഇരുന്നല്ലേ, എന്താ കിട്ടാത്ത. അപ്പം നമുക്ക് ഒരു മരണ വീട്ടിൽ പോലും സ്വസ്ഥമായി നിൽക്കാൻ പറ്റാത്തൊരു ബിസിനസ്സാണ്. എന്നാലും ഞാൻ മാറി നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെയും ടാക്കിൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ യാത്രകൾ അവിടെ നിന്ന് തുടങ്ങുകയാണ്. ഞാനിങ്ങനെ അതറിയാമെന്നുള്ള ഞാൻ തന്നെ ഒരു യാത്രയ്ക്ക് പോയാൽ, പക്ഷെ ഞാൻ തന്നെയല്ല. ഇവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാം എൻ്റെ സഹോദരങ്ങളായി, എൻ്റെ അനിയന്മാരും, ചിലപ്പോഴൊക്കെ നിങ്ങളെൻ്റെ ചേട്ടന്മാരും എൻ്റെ അപ്പൻ വരെ ആയിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം വന്നപ്പോൾ ഇവിടെ വാഹന സൗകര്യമില്ലെന്നാണ് വിചാരിച്ചത്. പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല, ആദ്യം ഉണ്ടാവേണ്ട വിദ്യാഭ്യാസമാണ്, എന്നാലാണ് അവർ അതിൽ നിന്ന് പുറത്ത് കിടക്കുകയുള്ളൂ എന്നൊക്കെ മനസ്സിലായി. ഞാൻ പഠിച്ചത് അങ്ങനെയൊക്കെയാണ്. ഈ ജനത്തിന് എന്ത് കൊടുത്തിട്ടും പെട്ടെന്ന് നമ്മളിപ്പോൾ കുറച്ച് രൂപ കൊടുത്താൽ പോലും അതുകൊണ്ട് പ്രയോജനമില്ല. കാരണം ആദ്യം അവർക്കുണ്ടാവേണ്ടത് അവരുടെ അറിവാണ്. അറിവ് ഇങ്ങനെ ലോകം പുറത്തുണ്ടെന്ന്. അപ്പം നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഇവരെ, നിങ്ങൾ ചെയ്യുന്ന കാര്യം ഏറ്റവും വലുതാണ്. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരെ ഇങ്ങനെയുള്ള ലോകം, ഇങ്ങനെ വേറെ ലോകം ഉണ്ടെന്ന് അറിയിക്കുന്ന വലിയ പണിപ്പുരലാണ് നിങ്ങൾക്കത് ഇനി വളരെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ. അതിനുള്ള എല്ലാ ഭാവങ്ങളും നേരുന്നു. എല്ലാവർക്കും എല്ലാ വിഷയവും നേരുന്നു. നന്ദി, നമസ്കാരം. ആയതിന് ഇവർ എന്നെ ഇതിൽ സെലക്ട് ചെയ്തതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഞാൻ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു അത്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എന്തിനാണ് നിങ്ങൾ ഈ ബംഗാളി യാത്രയിൽ വരുന്നത് എന്നുള്ള ചോദ്യം. അപ്പോൾ ഞാൻ ചെറുപ്പത്തിലെ ഒരുപാട് ബംഗാളിനെ കുറിച്ച് അന്ന് വായിച്ചത് ബംഗാളിനെ കുറിച്ചുള്ള കൃതികളൊക്കെ തന്നെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ബംഗാളുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും പോകണം എന്നുള്ളൊരാഗ്രഹം ചെറുപ്പത്തിലുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ ഒരു സാഹചര്യം, അതുപോലെ പെൺകുട്ടികൾ മാത്രമുള്ളൊരു വീട്, അവർക്ക് ഞങ്ങളെ പുറത്തേക്ക് വിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. 1970-കളിലും 80-കളിലൊക്കെയാണല്ലോ ഞങ്ങളുടെ കുട്ടിക്കാലവും യൗവനമൊക്കെ കഴിഞ്ഞു പോയത്. അപ്പോൾ ആ സമയത്ത് വായനയിലൂടെ മാത്രമാണ് ഇന്ത്യയെക്കുറിച്ച് അറിഞ്ഞത്. പക്ഷെ അന്നേരം എനിക്ക് ഇവിടേക്ക് പോകണം, എന്തെങ്കിലും പോകണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു. പക്ഷേ ജീവിത സാഹചര്യം, പെട്ടെന്ന് ജോലി വേണം എന്നുള്ളതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ ഗവൺമെൻറ് ജോലിയിലൊക്കെ കയറി. അപ്പോഴും എൻ്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് യാഥാർത്ഥ്യമായത് ഈ 50-ാം വയസ്സിലാണ് എന്ന് ഉള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത്, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം നമ്മുടെ മനസ്സിൽ നമ്മുടെ പാരൻസ് നിറച്ചിരിക്കും. പക്ഷേ നമുക്ക് അവിടേക്ക് പോകാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്നുള്ളത് അതിപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വരുന്ന കുട്ടികളാണ് ഇവരൊക്കെ. പക്ഷേ ഞങ്ങളുടെ സാഹചര്യം എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. കാരണം അന്ന് വാട്സപ്പോ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തൊരു കാലമാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ ഇതിനെയൊക്കെ വളർത്തി കൊണ്ടുവന്നിട്ട്, അപ്പം നമ്മുടെ വിചാരം എന്താണ്, കല്യാണമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ പോകാം, നമുക്കൊരു കൂട്ടുകാരനെ കിട്ടുമ്പോൾ എന്നാണ്. പക്ഷെ നേരെ തിരിച്ചാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. 99% സ്ത്രീകളുടെ ജീവിതത്തിലും തിരിച്ചാണ് സംഭവിക്കാറുള്ളത്. കല്യാണം കഴിയുമ്പോൾ കുറേയും കൂടി ഒരു വലയത്തിനകത്താവും അവർ, ശരിക്കും ഒരു കൂട്ടിനകത്താവും. പക്ഷേ ആ കൂട് നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റില്ല. നമ്മളെ സ്നേഹബന്ധങ്ങൾ കൊണ്ട്, നമ്മളെ ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ കെട്ടിയിട്ടിരിക്കുക. അതിൻ്റെ അഴികളാണ് നമ്മളെ ചുറ്റും ഉണ്ടാവുക. നമുക്കതിനെ ബ്രേക്ക് ചെയ്ത് പുറത്ത് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷേ നമ്മൾ ആരും അതിനെ ശ്രമിക്കില്ല. അതൊരു തെറ്റായിട്ട് നമുക്ക് തോന്നും. നമ്മളെ ഉത്തരവാദിത്തങ്ങൾ ഒഴിഞ്ഞു മാറലായിട്ട് തോന്നും. അപ്പം നമുക്ക് കുട്ടികളെ വളർത്തൽ, നമ്മുടെ ജോലി, ദൈനംദിന ജീവിതങ്ങൾ, കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നു. പലരോടും വളരെയും ബോധ്യപ്പെടുത്തണം നമ്മളൊരു യാത്രയൊക്കെ ചെയ്യുമ്പോൾ. പക്ഷേ എനിക്ക് 2016-ലെങ്കിലും, അതായത് എൻ്റെ 42-ാമത്തെ വയസ്സിലെങ്കിലും അതിന്ന് പുറത്ത് കിടക്കാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ ചെയ്തൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരുപാട് സ്ത്രീകൾ, എൻ്റെ അതേ അവസ്ഥയിലുള്ള ഒരുപാട് സ്ത്രീകൾ മനസ്സിലിങ്ങനെ ഫയറും കൊണ്ട് നടക്കുന്നവരുണ്ട്. അവർക്ക് ഒരിക്കലും അതിൽ നിന്ന് പുറത്ത്, ആ ഫയർ അവരെ തന്നെ അങ്ങ് എരിച്ചു കളയുന്നതല്ലാതെ ഒരിക്കലും അതിൽ നിന്ന് പുറത്ത് കിടന്നൊരു യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഒരു യാത്രാ സംഘത്തിൽ അംഗമാകാനോ കഴിയാത്ത ഒരുപാട് പേര്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റാറ്റസ് ഇടുന്നത്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് എടുത്ത ഉടനെ സ്റ്റാറ്റസ് ഇടുന്നത്. പക്ഷേ ഓരോരുത്തരും സ്റ്റാറ്റസ് നോക്കി അവർ ബംഗാളി യാത്ര ചെയ്തു എന്ന് എന്നോട് പറഞ്ഞു. എന്നെ പലരും വീഡിയോ കോളിൽ വിളിച്ചു. അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെപ്പോലെ ആകാൻ പറ്റാത്തതിൽ അവർ എന്നെക്കുറിച്ച് അഭിമാനിക്കുന്നു. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പുറത്ത് കടന്നു. മാത്രമല്ല അടുത്ത കാലത്തായിട്ട് ജീവിതത്തിലുണ്ടായ ചില പ്രയാസങ്ങൾ, അങ്ങനെ ചുട്ടുപൊള്ളുന്നൊരു മനസ്സുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എനിക്ക് ഇനി കുറച്ച് വർഷങ്ങളെ റിട്ടയർമെൻറ്റിനുള്ളൂ. ആരോഗ്യമൊക്കെ കുറഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഊർജ്ജം കിട്ടി. നിങ്ങളെല്ലാവരും ചെറുപ്പം എനിക്ക് കിട്ടിയതുപോലെ എനിക്കൊരു തോന്നൽ. ഈ ഒരു ബംഗാൾ യാത്രയിൽ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഈ ഗ്രാമത്തിലൂടെ പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ എൻ്റെ ബാല്യത്തെക്കുറിച്ചാണ് ഞാൻ ബന്ധുവോട് ഷെയർ ചെയ്യും. എൻ്റെ ബാല്യം
ഉണ്ടായിരുന്ന ഗ്രാമങ്ങളാണ്. കാരണം മതിലുകളൊന്നും ഇല്ലാത്ത, ഇന്ന് കേരളത്തിലെ നിങ്ങളുടെ ചെറുപ്പക്കാർക്കായാലും എല്ലാ വീടിനും മതിലുകളാണ്, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന് പോലും മതിലുകളാണ്. എൻ്റെ ചെറുപ്പത്തിൽ നമ്മുടെ ഗ്രാമത്തിൽ നമ്മൾ കുട്ടികളെ പോലെ ആൾക്കാരുടെ പോലെ പശുക്കളോ കോഴികളെല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു ഗ്രാമമായിരുന്നു ഇവിടെ കണ്ടത്. പക്ഷെ അത് കുറച്ചും കൂടെ അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവർക്കൊക്കെ ഒരു വെർച്വലായിട്ട് അവർക്കൊക്കെ ഒരു മതിലുകളുണ്ട് എന്നുള്ളത്. അതൊരു വല്ലാത്തൊരു പുതിയൊരു അറിവ്. ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ മതിലിലേക്ക് വരിക എന്ന് പറയുന്നത്. മനസ്സിലുള്ള മതിലുകളാണിപ്പം കല്ലായിട്ടും മരമൊക്കെ ആയിട്ട് പലതാണ്. ഇവിടെ ഒരു വെർച്വലായിട്ടുള്ള ഒരു സ്പേസിലാണ് ഒരു മതിൽ ഇവർക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. കാരണം ഈ പടവ് എന്ന് പറയുന്ന ഒരു ജാതിയെ തിരിച്ചോ അല്ലെങ്കിൽ ഒരു വർഗം തിരിച്ചിട്ടൊക്കെയുള്ള ഇതൊരു ഇന്ത്യയുടെ ഒരു മൊത്തം അവസ്ഥയാണ്. ഇപ്പോൾ ഇത് മഹാരാഷ്ട്ര ആയിക്കഴിഞ്ഞാലോ മധ്യപ്രദേശ് ആയിക്കഴിഞ്ഞാലോ ഇന്ത്യയുടെ ഇപ്പോൾ കേരളത്തിലായിക്കഴിഞ്ഞാൽ പോലും ഉള്ളൊരു അവസ്ഥയാണ്. ഒരു വലിയ അവസ്ഥയാണ്. ഇതിനൊരു മാറ്റം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ചെറുപ്പക്കാർ, സ്ത്രീകൾ, ഇപ്പോൾ പോലുള്ളവരെ ഉന്നമനം അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു വളർച്ചയാണ് അത്യാവശ്യമായി വേണ്ടത്. വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവണം. സ്ത്രീകളുടെ ആരോഗ്യപരമായ ഉയർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റൂ. എനിക്കിന്ന് ഒരു 3 വർഷം മുമ്പാണ് ഞാൻ ഈ യാത്രയെക്കുറിച്ച് അറിയുന്നത്. ഒരു കോവിഡ് രാത്രിയിൽ അന്ന് മുഴുവൻ ഞാനിത് തപ്പി 4 മണിക്കാണ് ഞാൻ ഉറങ്ങുന്നത്. നാസർ ബന്ധുവിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി, ഇങ്ങനെ ഒരു മനുഷ്യൻ, ഒരു മലയാളി ബംഗാളിൽ ഇങ്ങനെ ജീവിക്കുന്നു. കാരണം ബംഗാൾ അത്രയ്ക്ക് വൈകാരികമായൊരു സാധനം. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ മലയാളിക്കുള്ള ഒരു അത്ര വൈകാരിക ബന്ധം, ഇത്ര ആത്മബന്ധമുള്ള, കേരളം കഴിഞ്ഞാൽ ആത്മബന്ധമുള്ള ബംഗാളിനോട് തന്നെയായിരിക്കും. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളോട് പോലും ഈ ഒരു ബന്ധം ഉണ്ടാവില്ല. നമ്മളെ കല, സാഹിത്യം, സംസ്കാരമൊക്കെ ബംഗാളായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. ഒരു നവോത്ഥാനത്തിൻ്റെ ആ വഴിയുണ്ടല്ലോ. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ വരിക ബംഗാളാണ്. അതിൻ്റെ അണ്ടർ കറൻസ് വേറെ. ആ ഒരു സാധനം എനിക്കുണ്ട്. CV ശ്രീരാമൻ്റെ വാസ്തുഹാര എന്ന കഥ വായിച്ചത് മുതൽ റെഫ്യൂജി ക്യാമ്പും കൽക്കത്തയും ആൻഡമാൻ വരെ നീളുന്ന ആ യാത്രയൊക്കെ വല്ലാതെ മനസ്സിൽ അന്നേ ഉണ്ട്. പിന്നെ അതിൻ്റെ സിനിമ, അരവിന്ദൻ്റെ സിനിമ, പിന്നെ മൃണാൾ സെൻ്റെ സിനിമകൾ, അപ്പു, സത്യജിത് റായയുടെ സിനിമകളിലെ ഗ്രാമങ്ങൾ, ഇതൊക്കെ വല്ലാണ്ട് വണ്ടേ ഉണ്ട്. എന്നെങ്കിലും ശരിക്കും യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലം ബംഗാളാണ്. ബംഗാൾ, കൊൽക്കത്ത. ആ ഒരു സാധനം വല്ലാതെ ഉള്ളത് കൊണ്ടായിരിക്കാം ഈ ബംഗാൾ ബന്ധുവിനെ കണ്ടപ്പോൾ നിമിഷം മുതൽ ഞാൻ അതിൽ ഫോളനായി. ഭയങ്കര ത്രിൽഡാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ആഗ്രഹിച്ച, നൗഷാദ് പറഞ്ഞ പോലെ ഗ്രാമങ്ങളിലൂടെയുള്ള ഒരു യാത്ര തന്നെയായിരുന്നു ഞങ്ങളെപ്പോഴും യാത്ര പോകുമ്പോൾ പ്ലാൻ ചെയ്യാറ്. പക്ഷേ നമുക്കവിടെ കണക്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് അത് പലപ്പോഴും സംഭവിക്കാറില്ല. നമ്മൾ പോയി കുറച്ച് ഫോട്ടോ എടുത്ത് കുറച്ച് ഫുഡും കഴിച്ചു കയറി വരാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ ആവില്ല. അത് വളരെ വളരെ ബുദ്ധിമുട്ടേറിയൊരു ടാസ്ക്കാണ്. പക്ഷേ ഇവിടെ നാസർക്കയുണ്ട്, നസീബയുണ്ട്. ഇവിടെ അവർക്ക് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അറിയാനും അനുഭവിക്കാനും പറ്റി. ഒരുപാട് വാതിലുകൾ തുറന്നു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. തീർച്ചയായും നാസർക്ക് വിളിച്ചില്ലെങ്കിലും ഞാൻ ഇനി ഇങ്ങോട്ട് വരും. കാരണം നാസർക്ക് ഇവിടെയുണ്ട്. പിന്നെന്താണ്, ഒരു യാത്രയും വെറുതെ ആവുന്നില്ല. നമുക്കൊരുപാട് ബന്ധങ്ങൾ, ഒരുപാട് സൗഹൃദങ്ങൾ, സാധ്യതകൾ അവിടെ തുറന്നു കിട്ടുന്നുണ്ട്. ഇത് ഒന്നുമില്ലെങ്കിൽ എനിക്കിനി 25 സുഹൃത്തുക്കൾ ഇന്ത്യൻ്റെ പല ഭാഗത്തുണ്ട്. ധൈര്യത്തോടെ നമുക്ക് അവിടെയൊക്കെ പോകാം. ആ ഒരു സാധ്യതയാണ് ഞാൻ ആദ്യം കാണുന്നത്. മാധവിക്കുട്ടിയെ കൊൽക്കത്തയ്ക്ക് കല്യാണം കഴിച്ചയക്കുമ്പോൾ നാലപ്പാട്ട് കുടുംബം പറയുന്നത് അവർക്ക് പിന്നെ വേറെ ബംഗാളിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ല, അവിടെ ടാഗോർ ഉണ്ട് എന്നുള്ളൊരു ധൈര്യത്തിന് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നാസർക്കയുണ്ട്. ആ ഒരു ധൈര്യത്തിൽ നമുക്ക് ഇനിയും ഇങ്ങോട്ട് വരാം. എനിക്കങ്ങനെ യാത്രയോട് വലിയ പാഷനൊന്നുള്ള ആളല്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ശരിക്കും ഈ 10 ദിവസം പോയത് അറിഞ്ഞില്ല. അത്രയും വെറൈറ്റി ആളുകളെ പരിചയപ്പെടാനും പറ്റി. പിന്നെ മിനിമൽ സൗകര്യങ്ങൾ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കൂടുതലും ലക്ഷറി ആയിട്ടാണ് ഫീൽ ചെയ്തത്. മൊത്തത്തിൽ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാവരും പ്ലേയേഴ്സാണ്, എല്ലാവരും ഒരേ മനസ്സുള്ളവരാണ്, ഒരേ ഇതിന് പോകണവരാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഇടങ്ങേറുകൾ ഉണ്ടാക്കിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനൊരു ഗ്രൂപ്പിനെ ഇത്രയും മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനും ശരിക്കും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാണ് നസറുദ്ദീനെയും നസീബാനെയും ഇതിൻ്റെ ഓഫീഷ്യൽസിനെ എല്ലാവരുമായിട്ട് ഈ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിപ്പോൾ ഇവിടേക്കൊക്കെ വരാൻ പറ്റിയില്ലെങ്കിലും നാട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കൂടുകയും പിന്നെ FBയിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കണം. ഞാൻ ഈ യാത്രയെക്കുറിച്ച് അറിയുന്നത് ഈ കല്യാണം ആലോചിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വതി പറഞ്ഞത് ഇങ്ങനെയൊരു യാത്രയുണ്ട്,
ഈ യാത്രയ്ക്ക് ഞാൻ എന്തായാലും പോകും. അപ്പം അതിന് സമ്മതിക്കുവാണെങ്കിൽ മാത്രം കല്യാണം കഴിച്ചത്. എനിക്ക് അതിനകത്ത് ഒരു ഇഷ്ടം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാർ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാ വീട്ടിൽ നിന്ന് സ്ത്രീകളൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, തറവാട്ടിലെ വെക്കേഷന് പോയിട്ട് നിൽക്കുമ്പം കറണ്ട് പോകുമ്പോൾ ഒരു വലിയ പ്ലാവ് ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെ മുറ്റത്ത് എല്ലാവരും കൂടെ പായൊക്കെ വിരിച്ചിരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ആ ഒരു വാംത്തുണ്ട്, അതെനിക്ക് ഇവിടെ കണ്ടപ്പോൾ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ വിഷ്വൽസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ കാഴ്ചകൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു വാംത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ ഈ മഡ് ഹൗസൊക്കെ കണ്ടപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഭംഗിയുണ്ടല്ലോ വീട് കാണാനൊക്കെ. ഇതിങ്ങനെ പടത്തിലൊക്കെ വരച്ച് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും. പക്ഷേ ഇനിയിപ്പോൾ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ ഈ മഡ് ഹൗസ് ഇവിടെ ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. ബിക്കോസ് അതിൻ്റെ അകത്ത് അതുപോലൊരു സിറ്റുവേഷനിൽ താമസിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അവർക്ക് അപ്പം അറിയില്ല. പക്ഷെ അവർ ഇച്ചിരി കൂടെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് അതിനകത്തോട്ട് പോകാൻ ഒരു എളുപ്പമുള്ള കാര്യമല്ല. നമുക്കത് കാണുമ്പോൾ ഓക്കെ, നല്ല കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ അതിൽ താമസിക്കുക എന്നുള്ളത് ഇപ്പം നസക്കൊക്കെ പറഞ്ഞ പോലെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നൊക്കെ പറയുമ്പോഴത്തേക്കൊക്കെ അതിനകത്ത് താമസങ്ങളൊന്നും അത്ര എളുപ്പമായിരിക്കില്ല. ഈ മനുഷ്യന്മാരൊക്കെ ജീവിക്കുന്നതൊക്കെ അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ ഞാൻ ഈ പോകുമ്പോഴത്തേക്കും ഗ്രാമങ്ങളൊക്കെ മാറട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി തിരിച്ച് കുറച്ചാൾ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും ഇങ്ങോട്ട് വരണമെന്ന്. അപ്പോൾ ഈ മഡ് ഹൗസെങ്കിലും മാറി ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുള്ള വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സന്തോഷമായിരിക്കും. എൻ്റെ ബംഗാൾ യാത്ര ബന്ധുവിൻ്റെ ഓരോ ആക്ടിവിറ്റീസ് കാണുമ്പോഴും ഒക്കെ നിങ്ങളൊക്കെ ഞെട്ടുന്നുണ്ടെങ്കിലും ഞാൻ ഞെട്ടാത്തത് ഞാൻ ഒരിക്കൽ ഞെട്ടിയത് കൊണ്ടാണ്. 2-3 വർഷം മുമ്പ് ഞാൻ ഒരിക്കൽ ഇവിടെ വന്നിട്ടില്ല. യാത്രയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും പറയാൻ തോന്നും, ഈ അഖിലാണ് പറഞ്ഞത് ഇവിടെ പണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ സാഹചര്യം അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ അച്ഛനും പറഞ്ഞു ചെറിയൊരു വീട്ടിൽ താമസിച്ചിരുന്നു. ഞാൻ ഒറ്റമുറി മരമൊക്കെ സൈഡിൽ അടിച്ചിട്ടുള്ളൊരു കുടില്ല താമസിച്ചു ഞാനുമൊക്കെ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ട്, ഞാൻ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് ജീവിച്ചിരുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് ടൂറ് പോകുമ്പോഴൊക്കെ ഇവരെ യാത്രയൊക്കെ നമ്മൾ പോകും. വെറുതെ ഇങ്ങനെ ടാറ്റ പറഞ്ഞുകൊണ്ട് നിൽക്കും ബസ് ഇങ്ങനെ അകന്നു പോകുമ്പോൾ. പക്ഷെ അതിൻ്റെ വാശിക്കാൻ തോന്നുന്നുണ്ട് ഞാൻ ഇപ്പോൾ യാത്ര തന്നെയാണ് യാത്ര. 5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു യാത്രക്കിടയിൽ ബാലസോറിൽ നിൽക്കുമ്പോഴാണ് ബന്ധു ഇവിടെയാണെന്നുള്ള കാര്യം ഓർക്കുന്നത്. മുമ്പ് ബന്ധുവിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം 2 ദിവസം ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അദ്ദേഹം കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. പക്ഷേ ഈ വരുന്ന കക്ഷി എന്ത് അലമ്പാണെന്ന് അറിയാത്തതുകൊണ്ട് 2 ദിവസം എന്നോട് പറഞ്ഞാണെന്ന് സംശയം എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും 2 ദിവസം വെച്ചിട്ട് അവിടുത്തെ പ്ലാനൊക്കെ കട്ടിയിട്ട് വണ്ടി അടിച്ചു വിട്ട് നേരെ രാത്രി ചക്ലയിലെത്തുന്നു. അവിടെ അമ്പലത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നു. നെക്സ്റ്റ് ഡേ മുതൽ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇന്നത്തെ ഈ യാത്ര പോലെ അല്ല, ഒരു ഓർഗനൈസ്ഡ് ട്രിപ്പല്ല. അദ്ദേഹത്തിന് ഓരോ ജോലി ഉണ്ടാവും, നമ്മൾ അതിൻ്റെ കൂടെ അങ്ങോട്ട് പോവുക ചെയ്യുന്നത്. ശരിക്കും ഇതിനേക്കാളും എനിക്കതായിരുന്നു നല്ലത് തോന്നി. കാരണം സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ കാണുന്നതും അനുഭവിക്കുന്നതും ഒക്കെ. കുറച്ച് വീഡിയോസൊക്കെ അന്ന് ചെയ്തായിരുന്നു. ആ 2 ദിവസത്തേക്ക് വന്ന 2 ദിവസം കഴിഞ്ഞിട്ട് തിരക്കുള്ള ബന്ധുവിൻ്റെ കൂടെ 2 ആഴ്ച അന്നിവിടെ താമസിച്ചു. നമ്മൾ ഈ ഒരു ബംഗാൾ യാത്ര കഴിഞ്ഞ് പോയാൽ അത് എങ്ങനെയൊക്കെ അനുഭവിച്ചെങ്കിലും അതിന് എത്രത്തോളം ഇൻഫർമേഷൻസ് കിട്ടുമോ ഇല്ല അതൊന്നുമല്ല. വീട്ടിലെത്തുമ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പല പല കുറവുകളിൽ നമ്മൾ അതൃപ്തരായിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം കുറച്ചൊക്കെ മാറി കിട്ടും. നമുക്ക് നമ്മുടെ ഉള്ള ലൈഫിൽ തൃപ്തി തോന്നുന്നൊരു ഘട്ടം, ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അതുപോലെ തന്നെ സ്വന്തം വീട്ടിനകത്തുള്ള സാഹചര്യങ്ങളിലുണ്ടാവും തൃപ്തി ഉണ്ടാവും എന്നതിനപ്പുറം നമ്മൾ പൊതുവേ നമ്മൾ പറയുന്നതാണല്ലോ, കേരളം ഭയങ്കര മോശമാണ്, കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല, വ്യവസായം ചെയ്യാൻ പറ്റില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറും. കേരളം അടിപൊളിയാവും. നമ്മൾ ഈ ബംഗാൾ യാത്ര കഴിഞ്ഞ് പോകുമ്പോൾ, ബംഗാളെന്ന് മാത്രമല്ല ഇനിയിപ്പോൾ കുറച്ചുകൂടിയും ബീഹാറിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടിയും കേരളം ബെറ്റർ ആവും. നമ്മുടെ സ്റ്റേറ്റിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങളിലും നമുക്കൊരു തൃപ്തി തോന്നും. പിന്നെ അതാ ഈ കണക്ഷൻസ് ഞാനെപ്പോഴും വിചാരിക്കുന്നൊരു കാര്യമാണ്. അച്ഛൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി വെറുതെ വിളിച്ചിട്ട് ഹലോ എന്താ കഴിച്ച ആ പരിപാടിയില്ല. പക്ഷേ എന്നെയും ആരും അങ്ങനെ വെറുതെ എപ്പോഴും വിളിക്കണം എന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ പറയാം, അവരറിയണമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് പരസ്പരം ഷെയർ ചെയ്യാനൊക്കെ ഒരു ബന്ധം കീപ്പ് ചെയ്യുക. ഞാനിങ്ങനെ കോൺടാക്റ്റ് ഉണ്ടാകാൻ വേണ്ടി മാത്രം വിദേശങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ ഹോസ്റ്റൽസ് ചൂസ് ചെയ്യാറുണ്ട് താമസിക്കാൻ വേണ്ടിയിട്ട്, ഹോട്ടൽസ് ഒഴിവാക്കിയിട്ട്. 2 കാര്യമാണ്, പൈസയും കുറയും. നമ്മളിപ്പോൾ ഹോസ്റ്റലിൽ ഒരു 10 ബെഡുള്ള ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ 10 രാജ്യക്കാരായിരിക്കും. ഒരു നൈറ്റ് നമ്മൾ സ്റ്റേ ചെയ്യുമ്പോഴത്തേക്ക് അവരായിട്ടൊക്കെ നമുക്ക് പരിചയപ്പെടാനും ആ ഒരു കോൺടാക്റ്റും കിട്ടും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൗത്ത് കൊറിയയിൽ പോയപ്പോൾ ഒരാളെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം എനിക്കൊരു ഓടക്കോയിൽ തന്നു. അപ്പോൾ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യം ചോദിച്ചപ്പോൾ ആ രാജ്യത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. രാജ്യം മാർട്ടിനിക് കേട്ടിട്ടുണ്ടോ?
മാർട്ടിനിക്കോ എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. ഞാൻ പുള്ളിയോട് തന്നെ പറഞ്ഞു, നിങ്ങൾ രാജ്യം ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലല്ലോ. കരീബിയൻ കൺട്രിയാണ്, ഒരു ഐലൻഡാണ്. അപ്പോൾ അവിടുത്തെ ആദിവാസികൾ ഉണ്ടാക്കിയ ഒരു ഓടക്കുകൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ചിട്ട് ഗിഫ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടാവുകൊണ്ട് ഇങ്ങനത്തെ ഹോസ്റ്റലുകളിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെ തന്നെ പല നാടുകളിൽ നിന്നുള്ള പല ടൈപ്പായിട്ടുള്ള ഇത്രയും ആൾക്കാരെ ഇന്ന കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ടാവുന്നതും വലിയ സന്തോഷമാണ്. അപ്പോൾ എന്താണ് വേറെ ഒരുപാടൊന്നും പറയാനുള്ളത്? നിർത്തി ബൈ. എന്നെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് യാത്രകൾ ഒരു റിഫൈൻമെൻ്റ് ആണ്. നമ്മളെ വീണ്ടും ബെറ്റർ ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ നോക്കുക, ഇവിടെ 23 ആൾക്കാരുണ്ട്. ഇതിൽ ഓരോരുത്തരും എന്ത് പൊളിറ്റിക്സ് കീപ്പ് ചെയ്യുന്ന ആളുകളാണ്, എന്ത് മതവിശ്വാസം കീപ്പ് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളത് എല്ലാവർക്കും വലിയ ധാരണ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരും അത് കാര്യമായിട്ട് എക്സ്പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഭയങ്കര ശത്രുത ഉണ്ടാക്കുന്ന രീതിയിൽ പറയുകയോ ഒരാളെ ബിലീഫിനെ കുറ്റപ്പെടുത്തുന്നു ഞാൻ അത് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു, ഞാനൊരു യാത്ര പറ്റി കേട്ടിട്ടുണ്ട്. വലിയ ട്രാവലേഴ്സ് ആയിട്ടുള്ളൊരു ടീം അവർ ഇതേപോലെ ഓൾ ഇന്ത്യ ടൂർ പോയി. 5ാമത്തെ 6ാമത്തെ ദിവസം ഇവർ തെറ്റിപ്പിരിഞ്ഞു. കാരണം എന്താ, ഇവരുടെ പരസ്പര സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കുന്നില്ല. അപ്പോൾ നമ്മൾ 23 ആളുകൾ ഡിഫറെൻറ്റ് മൂഡുള്ള ആൾക്കാർ. അപ്പോൾ ഡിഫറെൻറ്റ് പല ആളുകളുടെ സംസാരം ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ ആ ഒരു പരസ്പരം ബഹുമാനിക്കാൻ, റെസ്പെക്റ്റ് ചെയ്യാൻ യാത്രകൾ സഹായിക്കുന്നു എന്നുള്ളത് വലിയൊരു സാധനമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം ഈ സൗഹൃദം, കൂട്ടായ്മ, ഓരോ ബന്ധങ്ങൾ. ഞാൻ ബന്ധുവിന് തന്നിരിക്കുന്ന പുസ്തകത്തിലൊരു ചാപ്റ്ററുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചാപ്റ്ററാണ് ക്രിയേറ്റ് എ ലവ് അക്കൗണ്ട് എന്ന് പറയും. നമ്മൾ ബാങ്കിലൊക്കെ കുറേ പൈസ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ഓരോ, ഇപ്പോൾ ഞാനിവിടെ 22 ലവ് അക്കൗണ്ടുകൾ ഓപ്പൺ ആക്കുകയാണ്. എന്നെപ്പറ്റി ബന്ധുവിൻ്റെ മനസ്സിൽ ഒരു ഇമേജ് ഉണ്ടാവും, നല്ല ഇമേജ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളൊരു CCTV ക്യാമറയിൽ നമ്മളെ തന്നെ ഇങ്ങനെ ഒന്ന് കാണുന്ന പോലെ നമ്മൾ സങ്കല്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത്. ചില സാധനങ്ങളൊക്കെ നമ്മളത് നെഗറ്റീവായിരിക്കും, നമ്മൾ വിഡ്രോവലേ നമ്മൾ കൂടുതൽ നടത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പം പല ആളുകളോടും പലപ്പോഴായിട്ട് ഇടപഴകിയിട്ട് എന്നെ ഓർക്കാൻ ഒരു മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നല്ല ഓർമ്മകളാവട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഐഡിയാസ് ഉണ്ടാവുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക യാത്ര ചെയ്യുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയുള്ള ലെവലിൽ പേഴ്സണലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ലൈഫിൽ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരുപാട് ഒബ്ജക്റ്റീവ്സിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് ഐഡിയ ഉണ്ടാക്കാൻ എനിക്ക് ഈ ജേണിയെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഓരോരുത്തരും യാത്രയ്ക്ക് പോകുന്നതിന് അങ്ങനെയുള്ള ഓരോരോ ഉദ്ദേശങ്ങൾ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഡെഫിനറ്റ്ലി ദിസ് വാസ് ആൻ എൻ്റയർലി ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൻ്റെ ഇമ്പാക്റ്റും അങ്ങനെ ആയിരിക്കും. യാത്രകളുടെയൊക്കെ ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സൂയിസൈഡ് പ്രിവെൻഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇമ്പാക്റ്റ് പോലെ ആത്മഹത്യ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര പരിശ്രമിച്ചാലും അത് നമുക്ക് അളക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ കാരണം കുറഞ്ഞു വന്ന ആത്മഹത്യ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. അതേപോലെ ഈ യാത്രയുടെ ഇമ്പാക്റ്റ് എന്താണെന്ന് പിന്നീട് അളക്കാനൊന്നും പറ്റില്ല. കാരണം ആ യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ഗ്രോ ചെയ്തിട്ടുണ്ടാവും. ആ ഗ്രോത്ത് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ഫ്യൂച്ചറിൽ കാണിക്കുക. ആ ഒരു ഐഡിയ ആയിരിക്കും പ്ലാനായിട്ട് വരിക. ഇത് ബംഗാൾ യാത്രയിൽ നിന്നുണ്ടായ പ്ലാനാണെന്നൊന്നും പിന്നീട് വരണമെന്നില്ല. ഇറ്റ് മേ ബി ആൻ അബ്സ്ട്രാക്റ്റ് ഐഡിയ എന്നുള്ളൊരു ആസ്പെക്റ്റാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ബേസിക്കലി യാത്രയിൽ വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. मैंने बहुत कुछ सीखा है, बहुत कुछ देखा है एंड बहुत फ्रेंड्स मुझे मैं पाई यहाँ से. ഇപ്പോൾ ബംഗാൾ യാത്ര എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും 10-15 ദിവസത്തെ ഒരു യാത്ര ആയിരിക്കും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഞാനും നാസറും നിജീഷേട്ടനും പിയെല്ലാം സംബന്ധിച്ചിടത്തോളം അതൊരു 3 മാസത്തോളം നീണ്ടു നിന്നിട്ടുള്ളൊരു യാത്രയാണ്. കാരണം ഞങ്ങളൊരു 3 മാസം മുന്നേ തന്നെ ഇതിൻ്റെ വർക്ക്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ ഒരു നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, ഇപ്പോൾ അനീസ് പറഞ്ഞ പോലെ അവരുടെ കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം ഫുൾഫിൽഡ് ആയി എന്ന് കേൾക്കുമ്പോൾ ശരിക്കും ഞങ്ങളുടെ ആ ഒരു എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടാണ് ഞങ്ങളവിടെ കാണുന്നത്. അപ്പം അതിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട്. ബന്ധു ഫ്രെയിം ചെയ്യപ്പെട്ട ഒരു യാത്ര വളരെ കൃത്യമായി തന്നെ അത് 7ാമത്തെ ബംഗാൾ യാത്ര മറ്റെല്ലാ യാത്രകളെ പോലെ തന്നെ അത് വളരെ കൃത്യമായി തന്നെ നല്ല രീതിയിൽ പര്യവസാനിക്കാൻ പോകുന്നു. ഈ ബംഗാൾ യാത്രയുടെ ഒരു കോർഡിനേറ്റർ എന്ന നിലക്ക് നിജീഷ് ചേട്ടനും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും എല്ലാം സംസാരിച്ചു. അതിനുശേഷം വീണ്ടും ബന്ധു കുറച്ച് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ബംഗാൾ യാത്രയുടെ പാർട്ടിസിപ്പൻസിനുള്ള സർട്ടിഫിക്കറ്റ് വിതരണമായിരുന്നു. അങ്ങനെ സർട്ടിഫിക്കറ്റ് വിതരണത്തിന് ശേഷം 7ാമത് ബംഗാൾ യാത്ര ഔദ്യോഗികമായിട്ട് അവസാനിച്ചു. പിന്നെ എല്ലാവരും കൂടി ഇന്ന് കുറച്ച് നേരമൊക്കെ വീണ്ടും സംസാരിച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്കും നമുക്ക് ലഞ്ചിൻ്റെ സമയമായി. നമ്മുടെ പാർത്തോ പിങ്കിമാരുടെ വീട്ടിൽ പോയി അവിടുന്ന് ഫുഡ് കഴിച്ചു. ഈ ബംഗാൾ യാത്രയിലെ അവസാനത്തെ ലഞ്ചാണ്. ഞാൻ ആക്ച്വലി ഈ യാത്ര കഴിഞ്ഞിട്ട് വേറെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ
അത് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. എനിക്കൊന്ന് നാട്ടിൽ പോയിട്ട് ചെറിയ പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നീട് വരണം. അത് മാത്രമല്ല ഇവിടുത്തെ കാര്യം പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഉറപ്പായിട്ടും അവസാനം കെട്ടിപ്പിടുത്തത്തിൻ്റെ സമയമാണ് മക്കളെ, കെട്ടിപ്പിടുത്തത്തിൻ്റെ സമയമാണ്. തീർച്ചയായിട്ടും കണ്ണൂർ എപ്പോഴും വരുന്ന സ്ഥലമാണ്. ഞാൻ വരും വീണ്ടും കാണുന്ന തീർച്ചയായിട്ടും അയലോക്കാരല്ലേ, വീണ്ടും കാണാം. ടാറ്റ. അലോൺ ടാറ്റ. ലാസ്റ്റ് ടാറ്റ. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് വരണ്ട് ആണല്ലേ, സോറി. എന്നാ വിട്ടെ. ഇവിടെ ആരാ വേറെ അവ പറഞ്ഞ പോലെ കുട്ടി ഉറപ്പായിട്ടും വരണം, നാട്ടിലേക്ക് വരണം, നാട്ടിലേക്ക് വരണം, വരണം, വരും എന്ന് പറ. ബൈ. ആ ഷുവർ. നിങ്ങൾ ഒരു ദിവസം എന്തായാലും നമ്മളെ കൂട്ടി തന്നെ. ആയിക്കോട്ടെ, ബന്ധുണ്ട്. ആയിക്കോട്ടെ. എന്നാ ശരി, ബൈ. ഞാൻ പാടാ. അപ്പോൾ ടാറ്റ ബന്ധു, നെക്സ്റ്റ് ടൈം. ആയിക്കോട്ടെ. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഒരേ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം. ഞങ്ങൾ 4 പേര് ഒരുമിച്ചൊരു വണ്ടിയിൽ കൊൽക്കത്തയിലെ ഡംഡം എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ 7ാമത്തെ ബംഗാൾ യാത്രയിൽ ഞാൻ പങ്കെടുത്ത ഈ ബംഗാൾ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടതൊന്നുമല്ല ഈ ബംഗാൾ യാത്ര. കാരണം ഇതൊരു കറക്റ്റ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ്. ആ ഒരു ട്രിപ്പ് വീഡിയോ ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളൊരു സ്ഥലത്തൂടെ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് ബന്ധു ആ സ്ഥലത്തെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് വിശദമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എനിക്കതൊന്നും കേൾക്കാനോ ഷൂട്ട് ചെയ്യാനോ അധികം അവസരമില്ല, കാരണം ടൈം ഉണ്ടാവില്ല. ഞാൻ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അവർ അവിടുന്ന് പോയിട്ടുണ്ടാവും, ഞാൻ ഓടി എത്തുമ്പോഴത്തേക്കും അവിടുന്ന് അവർ വീണ്ടും പോയിട്ടുണ്ടാവും. അത് കാരണം ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഷൂട്ട് ചെയ്തത്, ഇങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്തത്. എൻ്റെ കഷ്ടപ്പാട് പറയുന്നതല്ല, കാരണം ബംഗാൾ യാത്രയുടെ യഥാർത്ഥ ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും ബംഗാൾ യാത്ര എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബംഗാൾ യാത്രയിൽ പങ്കെടുക്കുക വേണം. ഇതെല്ലാ വർഷവും നടക്കും. അപ്പോൾ കുറേ പേര് കമൻറ്റിലൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് എങ്ങനെ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ എല്ലാം വീഡിയോൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ബന്ധുവിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് മെസ്സേജ് അയച്ചിട്ടോ വിളിച്ചിട്ടൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയെങ്കിലും ചാൻസ് കിട്ടുവാണെങ്കിൽ ഒരിക്കൽ ഒരു ബംഗാൾ യാത്രയിൽ പങ്കെടുക്കുക. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത യാത്രാവിശേഷങ്ങളിലെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.